വിഭജിക ആരാണെന്ന് ഇനി ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. വിഭജിക അമ്മ ശൈലജയെക്കുറിച്ച് പറയണം. കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ ഒരു മകനും മകളുമാണ് ആ അമ്മയ്ക്കുണ്ടായിരുന്നത്, ശൈലജയ്ക്ക്. വിനോദും അതുപോലെ വിഭജികയും. ഈ രണ്ടു മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഭർത്താവ് നേരത്തെ ഉപേക്ഷിച്ചു പോയി. ആ രണ്ടു മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി അമ്മ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ഒരു മകനെ എൻജിനീയറാക്കി, അയാളിപ്പോൾ കാനഡയിലാണ്. ഒരു മകളെ MBA കാരിയാക്കി, മകൾ UAE നല്ലൊരു കമ്പനിയിൽ HR ആയിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ആ അമ്മ സന്തോഷത്തോടു കൂടി കഴിയുകയായിരുന്നു. ആ അമ്മയ്ക്ക് ഈ മകളുടെ ഭർത്താവിൻ്റെ അച്ഛൻ ഒരു ഫോൺ ചെയ്തു, മകൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ. ആ ഫോൺ സംഭാഷണം ആ അമ്മ ഇപ്പോഴും റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അമ്മ അതിന് വൃത്തികേടാണ് അയാൾ പറയുന്നത്. ഒരു സ്ത്രീ ലംബടനാണ് ഈ നിതീഷ് എന്ന് പറയുന്ന ആളുടെ അപ്പൻ എന്ന് ഈ ശൈലജ എന്ന അമ്മ പറയുകയാണ്. അമ്മ പറയുകയാണ്, എൻ്റെ മകൾ വിഭജികയെ ആ വീട്ടിലേക്ക് ഞാൻ കെട്ടിച്ചു വിട്ടു. അയാൾ അവിടുത്തെ അപ്പൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ വർത്തമാനം പറയുകയാണ്. എൻ്റെ പ്രായത്തെ പോലും മാനിക്കാതെ, അല്ലെങ്കിൽ എൻ്റെ മകളെ അയാളുടെ മകളാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് എന്ന് പോലും മാനിക്കാതെ അയാൾ തോന്നിവാസം പറയുകയാണ്. എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു പോയി, എൻ്റെ 2 മക്കളെ ഞാൻ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു. ഇന്നേ വരെ ഒരൊറ്റ ഒരുത്തൻ എൻ്റെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ ഫോണിലോ മറ്റോ ഇമ്മാതിരി അസഭ്യമോ അശ്ലീലമോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവനെ എന്നെങ്കിലും ഒരിക്കൽ പിടിക്കണം, അതുകൊണ്ട് ഞാനത് സംഭാഷണം റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു എന്ന് അമ്മ പറയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ചങ്കൊന്ന് പിടയും. കാരണം ഇങ്ങനെയുമൊക്കെ അപ്പാപ്പന്മാർ നാട്ടിലുണ്ടല്ലോ എന്ന്. മകൻ്റെ ഭാര്യയുടെ അമ്മയെ ലൈംഗികാസക്തിയോടുകൂടി അവരോട് സംസാരിക്കുന്ന ഒരു വൃദ്ധനായ ഒരാൾ. അയാൾ ഇനി ആ വിഭജികയോട് ചെയ്തത് എന്താണ്? അത് ആ പെൺകുട്ടി കുറേ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. അമ്മയോട് പറഞ്ഞ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ നിതീഷ് ഈ വിഭജികയുടെ ഭർത്താവ് കൂട്ടുകാരൊത്ത് ടൂർ പോകുന്ന പതിവൊക്കെ ഉണ്ട്. 4-5 ദിവസം കഴിഞ്ഞേ തിരിച്ചു വരികയുള്ളൂ. ഇവർ വീട്ടിലില്ലാത്ത സമയത്ത് ഈ അപ്പാപ്പന് മദ്യപാനമാണ് ജോലി. രാവിലെ തുടങ്ങും കള്ളടിക്കാൻ. കള്ള് കുടിച്ച് ബോധമില്ലാതെ കിടക്കുമ്പോൾ ഈ മരുമകൾ അകത്ത് പോയി വിളിക്കണം, അതായത് ബെഡ്റൂമിനകത്ത് പോയി വിളിക്കണം. ബെഡ്റൂമിൽ അയാൾ കിടക്കുന്നത് മരുമകൾക്ക് കാണാൻ പറ്റുന്ന തരത്തിലല്ല, അതായത് ഉടുതുണിയൊന്നും ഇല്ലാതെ ആയിരിക്കും ആ പടുകളവൻ അവിടെ കിടക്കുന്നത്. എന്നിട്ട് മരുമകൾ വിളിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കണം, വിളമ്പി കൊടുക്കണം. ആ അവസ്ഥയിൽ സഹിക്കുമോ? നിങ്ങളുടെ പെൺമക്കളെ കെട്ടിച്ച് വിട്ടു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? പക്ഷേ ഈ പെൺകുട്ടി അതിസാഹസികത കാണിച്ചു, ചെന്ന് മരണം വരിച്ചു. മര്യാദയ്ക്ക് കൊച്ചുകുട്ടിയെ എടുത്ത് വീട്ടിൽ വന്നിരുന്നുവെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ലായിരുന്നു. കേരള പോലീസും കേരള സർക്കാരും കേരള ജനതയും ഒക്കെ ആ പെൺകുട്ടിക്കൊപ്പം ഇപ്പോൾ നിൽക്കുന്നതിനേക്കാൾ ഇരട്ടി ആർജവത്തോടു കൂടി നിന്നേനെ. കാപാലികന്മാരെ അഴിക്കുള്ളിലാക്കുകയും ചെയ്തേനെ. ഇതിപ്പോൾ 2 ജീവൻ നഷ്ടമായി. ഇനി അവശേഷിക്കുന്നത് ശൈലജ എന്ന് പറയുന്ന അമ്മയാണ്. അമ്മയുടെ വാക്കുകൾക്ക് ഊർജ്ജം കൂടുന്നതും ശക്തി കൂടുന്നതും മകളുടെ വിയോഗം കൊണ്ട് മാത്രമല്ല, അയാൾ ചെയ്ത തെമ്മാടിത്തരം ഓർത്തിട്ടാണ്. സ്വന്തം മകൻ്റെ ഭാര്യയുടെ മുന്നിൽ ഉടുതുണിയില്ലാതെ കിടക്കുക. എന്നിട്ട് മകൻ പറയുന്നത് എന്താണ്? എൻ്റെ അപ്പനെ നീ തൊട്ടും തലോടിയുമൊക്കെ ശുശ്രൂഷിക്കേണ്ടി വരും, എൻ്റെ അപ്പനെ നീ തൊട്ടും തലോടിയുമൊക്കെ ശുശ്രൂഷിക്കേണ്ടി വരും എന്ന് ഭർത്താവ് ഭാര്യയോട് പറയുകയാണ്. ആ ഭർത്താവ് എന്തൊരു അധമനാണ്! ഭർത്താവിനോട് കൗൺസിലിങ്ങിന് വിധേയനാക്കിയപ്പോൾ ഡോക്ടർ ചോദിച്ചു, നീ നിനക്ക് വേണ്ടിയാണോ നിൻ്റെ അപ്പന് വേണ്ടിയാണോ അവളെ കല്യാണം കഴിച്ചതെന്ന് ചോദിച്ചു. എന്നിട്ട് വിഭജികയോടാണ് അതിന് മറുപടി അവൻ പറഞ്ഞത്, ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല എൻ്റെ അപ്പന് വേണ്ടി കൂടിയാണ് നിന്നെ കല്യാണം കഴിച്ചതെന്ന് ആ ഭാര്യയോട് ഇയാൾ പറഞ്ഞു. ആത്മഹത്യാക്കുറിപ്പിൽ ഇതൊക്കെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ആ അമ്മ പറയുന്ന വാക്കുകൾ ഇതൊക്കെ നിഴലിക്കുന്നുണ്ട്. എന്തിനാ നിതീഷ് ഈ കാശ്? നിനക്ക് എത്ര ലക്ഷം രൂപ ശമ്പളമുണ്ട്, എൻ്റെ കാശുണ്ട്, എന്നിട്ട് നീ എന്തിനാ ഇത് ചെയ്യുന്നതെന്ന്? ഇങ്ങനെയാണെങ്കിൽ ഞാനത് പറയുമെന്ന് പറഞ്ഞു. അന്നേ ഇവൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് കാശിന് വേണ്ടിയുള്ള അത്യാർത്ഥി. കോടിക്കണക്കിനുണ്ട് ആസ്തി. 5 ലക്ഷം രൂപയുണ്ട് പ്രതിമാസ ശമ്പളം. ആർക്ക്? ഇവന്, ഭർത്താവിന്. എന്നിട്ടും അവൻ കമ്പനിയുടെ കരാറുകൾ ചോർത്തിക്കൊടുത്ത് മറ്റേ എതിർ കമ്പനികളിൽ നിന്ന് കമ്മീഷൻ അടിക്കുന്നു, പൈസ വാങ്ങുന്നു. എന്നിട്ട് ഈ പെൺകുട്ടിയുടെ വിഭജികയുടെ ശമ്പളം കൂടി വേണം. വിഭജിയുടെ ലോക്കറിൻ്റെ താക്കോൽ ആ കിളവൻ്റെ കയ്യിലായിരുന്നു. ആ താക്കോൽ തിരികെ വാങ്ങിയപ്പോൾ തുടങ്ങിയതാണ് അരിശം. കാരണം ആ ലോക്കറിലുള്ള വസ്തുക്കൾ കൂടി അവർക്ക് സ്വന്തമാക്കണം. കാറില്ല, വീടില്ല. വീടൊക്കെ ഉണ്ട് ഇപ്പോഴും, കാറില്ല. നിന്നെ നന്നായിട്ട് കെട്ടിച്ചു തന്നില്ല, കാറ് കൊടുത്തില്ല. പിന്നെന്താണ്? പിന്നെ ഉള്ളത് യുവന്മാരൊക്കെ സൗന്ദര്യം തീരെയില്ല. അതുകൊണ്ട് ആ പെൺകുട്ടി സുന്ദരിയായ വിഭജികയുടെ തല മുഴുവൻ മുടി മൊട്ടയടിച്ചു കളഞ്ഞു. നീയും വിരൂപയായിട്ടിരുന്നാൽ മതി, നിനക്കും ഗ്ലാമർ കുറച്ച് മതി എന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കുക, സൈക്കോ കക്ഷികളാണ്. സൈക്കോ അല്ല, അതിനപ്പുറപ്പെട്ട കക്ഷികളാണ്. ഭാര്യയ്ക്ക് ഒരല്പം നിറം കൂടിപ്പോയി, അതിന് ഭർത്താവിൻ്റെ വീട്ടുകാർ കറുപ്പാണെന്ന് പറഞ്ഞിട്ട് ഭാര്യയുടെ തല മുണ്ടനം ചെയ്യുക. ഇവനൊക്കെ എന്താണ് ചെയ്യേണ്ടത്? കയ്യാമ്മ വെച്ച് തുറുങ്കിലടച്ചാൽ മാത്രം മതിയോ എന്ന് ജനങ്ങളാണ് ചിന്തിക്കേണ്ടത്. ആ മൊട്ടയടിച്ച പടമൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കുക, എന്തുമാത്രം ക്രൂരത! ഇമാതിരിയൊക്കെ മനുഷ്യന്മാർക്ക് ചിന്തിക്കാൻ പറ്റുമോ? പണത്തിൻ്റെ ഹുങ്കാണോ ഇത്?